ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ ഒരു സർക്കാരിനെയും നയിക്കുന്ന പാർട്ടി തയ്യാറായിട്ടില്ലാത്ത രീതിയിലാണ് അവിടുത്തെ കവർച്ച നടന്നത്. മോഷണം കുലത്തൊഴിലാക്കിയിട്ടുള്ള ആളുകൾ അധികാരത്തിൽ വന്നാൽ പോലും ശബരിമല പോലുള്ള ഒരു ആരാധനാ കേന്ദ്രത്തില് ശബരിമല അയ്യപ്പന്റെ സ്വർണത്തിന്മേൽ കണ്ണുവെക്കില്ല, കൈവെക്കില്ല, അതിന് ധൈര്യപ്പെടത്തില്ല. അതിന് ധൈര്യം കാട്ടിയവരാണ് LDF അല്ലെങ്കിൽ CPM. CPM-ന്റെ നേതാക്കളാണ് ജയിലിൽ കടന്നത്. 90-ലേറെ ദിവസങ്ങൾ ജയിലിൽ കടന്നത്. ഒരു നേതാവ് ഇപ്പോഴും കഴിയുകയാണ്. കുറ്റപത്രം സമർപ്പിച്ചില്ല 90 ദിവസത്തിന് ശേഷവും. ആ ഒരു സാങ്കേതിക കാര്യത്തിൽ പിടിച്ചാണ് ഇന്നിപ്പോ CPM-ന്റെ നേതാക്കളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. CPM-ന്റെ ഈ നേതാക്കൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ പാർട്ടി തയ്യാറായില്ല. ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു വാർത്ത കേട്ടു. ഈ കേസിലെ പ്രതിയായിരുന്ന പത്മകുമാർ അദ്ദേഹം ജാമ്യത്തിൽ പുറത്താണ്. അദ്ദേഹത്തെ പാർട്ടിയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് മാറ്റിയെന്ന്. എന്തൊരു വലിയ ശിക്ഷയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. സ്വർണ്ണ കവർച്ച കേസിൽ അയ്യപ്പന്റെ സ്വർണം ദ്വാരപാലക ശില്പങ്ങളില് കട്ടള പടിമേല് അതൊക്കെ പൊതിഞ്ഞിരുന്ന സ്വർണം അടിച്ച് വിറ്റ പാർട്ടികളാ. ആ നേതാവിനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി എത്ര അതിശയകരമായ ഒരു തീരുമാനമാണ് CPM എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ മറ്റാരുണ്ട്? CPM അല്ലാതെ, LDF അല്ലാതെ.